കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി ഫ്ളാറ്റിൽ സംവിധായകരെ പിടികൂടിയ സംഭവത്തിൽ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയും എക്സൈസ് വീണ്ടും വെളുപ്പിക്കും. ഫ്ളാറ്റ് ഉടമയായ സംവിധായകൻ സമീർ താഹിറിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി. സംവിധായകർക്ക് കഞ്ചാവ് വിൽപ്പനക്കാരനെ പരിചയപ്പെടുത്തിയ കൊച്ചി സ്വദേശിയെയും ചോദ്യം ചെയ്യും. ഫ്ളാറ്റ് ഉടമയും സംവിധായകനുമായ സമീർ താഹിറിനോട് 7 ദിവസത്തിനുള്ളിൽ ഹാജരാകാനാണ് എക്സൈസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സമീർ താഹിറിനെ ചോദ്യം ചെയ്ത ശേഷം ഖാലിദ് റഹ്മാനെയും അഷ്റഫ് മുഹമ്മദിനെയും വീണ്ടും വിളിപ്പിക്കും. സംവിധായകർക്ക് കഞ്ചാവ് വിൽപ്പനക്കാരനെ പരിചയപ്പെടുത്തിയ കൊച്ചി സ്വദേശിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. 1.5 മാസമായി ഫ്ളാറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നതായി വിവരം ലഭിച്ചിരുന്നുവെന്ന് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു. 1 മാസം 1.5 മാസമായിട്ട് ഇത് ഒബ്സർവ് ചെയ്യേണ്ട ഫ്ലാറ്റ് നമ്മുടെ ഇത് ഇൻഫർമേഷനിൽ ഇത് കഞ്ചാവൊന്നുമല്ല, വേറെ വലിയ ലഹരിയായിരുന്നു. അത് ഞങ്ങൾ പോയത് അവിടെ പലരും വന്ന് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ചിലപ്പോൾ നമ്മൾ നോക്കേണ്ടി വരും, CCTV നോക്കേണ്ടി വരും. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി സിനിമാ മേഖലയിൽ നിന്ന് കൂടുതൽ പേർ രംഗത്തെത്തി. ലഹരി ആരുപയോഗിച്ചാലും തെറ്റാണെന്ന് നടൻ അജു വർഗീസ് പറഞ്ഞു. ലഹരി ഈസ് നോട്ട് ഗുഡ് ഫോർ ദ സൊസൈറ്റി. ഏത് ലഹരി അപ്പം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഡിബേറ്റബിൾ ആണ്. നമുക്കിന്ന് നമ്മളുടെ സിഗരറ്റും മദ്യവും എല്ലാം വിൽക്കുന്നതും ലഹരിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് തിരിച്ചൊരു ചോദ്യമായിട്ട് വരാം. സോ എല്ലാ ലഹരി എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടണം. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഉൾപ്പെടെ 3 പേരിൽ നിന്നായി 1.6 ഗ്രാം കഞ്ചാവാണ് എക്സൈസ് പിടികൂടിയത്. 24 കൊച്ചി.